810T മോഡൽ നമ്പറിൽ വരുന്ന 5 കിലോ ഹിൽറ്റി മെഷീൻ ജാക്ക് ഹാമറിൻ്റെ ഓറിംഗ് മാറ്റുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പവർ ടൂൾസ് സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായിട്ട് തുടങ്ങിയ ചാനലാണിത്. അപ്പോൾ പവർ ടൂൾസിൻ്റെ സർവീസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ ഹാമറിങ് കുറവാണ്. സാധാരണ ഓറിംഗ് കംപ്ലൈൻറ്റ് വരുമ്പോഴും അതുപോലെ തന്നെ പിസ്റ്റൺ വർക്ക് ചെയ്യാതിരുന്നാലും ഒക്കെയാണ് ഹാമറിങ് കുറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സിലിണ്ടർ ഈ സ്ലീവ് ഇതിനുള്ളിൽ തേയ്മാനം വന്നാലും ചിലപ്പോൾ ഹാമറിങ് കുറയും. അപ്പോൾ ഇതിലിപ്പോൾ ഓറിംഗ് പോയിട്ടുണ്ടാവാനാണ് സാധ്യത. ഈ പൈപ്പിനുള്ളിലാണ് പിസ്റ്റണും സ്ട്രൈക്കറും മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ബോൾട്ടും അഴിച്ചെടുത്തിട്ടാണ് പിസ്റ്റണും സ്ട്രൈക്കറും പുറത്തേക്ക് എടുക്കുന്നത്. ഈ സൈഡിലെ 4 അലൻ ബോൾട്ടും അഴിച്ചെടുക്കുമ്പോൾ ഈ പീസ് മുകളിലേക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഈ ബോൾട്ട് മാക്സിമം നല്ല ടൈറ്റ് ഉണ്ടാകും, കാരണം ഹാമറിങ് വരുമ്പോൾ വൈബ്രേഷൻ കൊണ്ട് ലൂസായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. ഇതിനകത്ത് മൂവ് ചെയ്യുന്ന പിസ്റ്റൺ ഇതാണ്. ഇതിൽ കണക്റ്റിംഗ് റാഡൊന്നും പ്രശ്നമില്ല, ഗിയറും പ്രശ്നമില്ല. ഈ പിസ്റ്റൺ ഊരിയെടുക്കാനായിട്ട് ഈ പിന്ന് ഇതുപോലെ ഊരി കഴിഞ്ഞാൽ പിസ്റ്റൺ ഇളകി വരും. അപ്പോൾ ഇതിൽ ഈ പുറത്ത് കാണുന്നതാണ് ഓറിങ്. ഇതിൽ 2 ഓറിങ് വരും. ഒരെണ്ണം പിസ്റ്റണിലും വരും, ഒരെണ്ണം ഇതിനുള്ളിൽ വരുന്ന സ്ട്രൈക്കറിലും വരും. അപ്പോൾ ഇത് മാറ്റാനായിട്ട് ഒന്നുകിൽ ഇതുപോലെ ഒരു മുനയുള്ള ടീസറോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ആയാലും മതി. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇളക്കിയെടുക്കാം. പിന്നെ ഇതിൽ സ്ട്രൈക്കർ ഇതാണ് സ്ട്രൈക്കർ. അപ്പോൾ ഇതിൻ്റെ സൈഡ് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഈ സിലിണ്ടറിനകത്ത് ഇടുമ്പോൾ ഈ ഭാഗം ഉള്ളിൽ പോകണം, ഈ ഓറിങ് വരുന്ന ഭാഗം താഴേക്ക് നിൽക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ഇടേണ്ടത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ ഭാഗം ചതഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലെയും ഓറിങ് ഇതുപോലെ ഇളക്കിയെടുക്കാം. ഓറിങ് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ ഓറിങ്ങിൻ്റെ ഔട്ടർ സൈഡ് തേഞ്ഞിട്ടുണ്ടാവും. ഓറിങ് പോയിട്ടുണ്ടോ എന്നുള്ള അറിയുന്നത് ഇതിൻ്റെ ഔട്ട് സൈഡ് തേഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, ഈ പിസ്റ്റണും ഈ സ്ട്രൈക്കറും സിലിണ്ടറിനകത്ത് ഫ്രീ ആയിട്ട് നല്ല ലൂസായിട്ട് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓറിങ് പോയിട്ടുണ്ടാവും. അപ്പോൾ സിലിണ്ടറിൽ തേയ്മാനം വന്നാൽ ഇതേപോലെ വരും. അപ്പോൾ ഓറിങ് മാറ്റിയിട്ട് നോക്കിയിട്ട് റെഡിയായില്ലെങ്കിൽ ആ സിലിണ്ടർ സെറ്റായിട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ ഓറിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഓറിങ് മാറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഉപയോഗിക്കേണ്ട ഗ്രീസ് സാധാരണ നമ്മുടെ ബെയറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രീസ് ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ കുറച്ചുകൂടെ ലൂസായിട്ട് ഒരു ടൈപ്പ് ഗ്രീസ് കിട്ടും, ഹിൽറ്റി മെഷീനിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ആ ഗ്രീസാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രീസ് ഇട്ടിട്ട് ഓറിങ്ങിലും പുറത്ത് നല്ല രീതിയിൽ ഗ്രീസ് പുരട്ടിയതിന് ശേഷം, ഇതിൽ സ്ക്രൂ ഡ്രൈവർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓറിങ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇടാവുന്നതാണ്. സ്ക്രൂ ഡ്രൈവർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പിസ്റ്റണിലും ഇനി ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്തും ഇതിനുള്ളിൽ സിലിണ്ടറിനുള്ളിൽ കുറച്ച് ഗ്രീസ് ഇട്ടിട്ട്, സ്ട്രൈക്കറിൻ്റെ സൈഡ് ഇതാണ്, സ്ട്രൈക്കറിൻ്റെ ഈ പോയിൻ്റ് ഈ ഓറിങ് വരുന്ന സൈഡ് പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇടണം. അപ്പോൾ ഇതിൽ പിസ്റ്റൺ പിന്നിന് തേയ്മാനം എന്തെങ്കിലും ഉണ്ടോ നോക്കണം. അപ്പോൾ ഇതിൽ തേയ്മാനമൊന്നുമില്ല. ഇനി ഇത് തിരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏജ് ഇലക്ട്രിക്സിൻ്റെ പവർ ടൂൾ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ പവർ ടൂൾ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇലക്ട്രിക്കൽ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ഏജ് ഇലക്ട്രിക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. അതേസമയം ഓവറായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബോൾട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ബോൾട്ട് പൊട്ടാത്ത വിധത്തിൽ
ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന വിധം മാക്സിമം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഹാമറിങ് വരുമ്പോൾ ഇത് ബോൾട്ടുകളായി പോകാൻ സാധ്യതയുണ്ട്. നന്നായി.